ഹേയ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു മോർണിംഗ് സ്കിൻ കെയർ കണ്ടാലോ? ഓക്കെ, ആദ്യം തന്നെ ഫേസ് വാഷൊക്കെ ചെയ്ത് വന്നിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്. ആദ്യം ഇടാൻ പോകുന്നത് ഹൈലറോണിക് ആസിഡാണ്. എൻ്റെ ഫേസ് നല്ല ഡ്രൈ ആണ്. ഫേസിന് മാത്രമല്ല ഫുൾ ബോഡിയും എൻ്റേത് ഡ്രൈ ആണ്. സോ എൻ്റെ ഫേസിന് സ്യൂട്ടാവുന്നത് ഹൈലറോണിക് ആസിഡാണ്. അതെനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. ഇവിടെ വന്ന സമയത്ത് എനിക്കൊന്ന് സ്കിന്നിന് നല്ല രീതിക്ക് പണി കിട്ടിയായിരുന്നു. ഫേസിന് ചേരാത്ത ഒരു ക്ലെൻസർ യൂസ് ചെയ്തിട്ട് അത് അവസാനം ഇവിടെ ഒരു ക്ലിനിക്കിൽ കൊണ്ട് കാണിച്ചിട്ട് അത് അവിടെ കൊണ്ട് കാണിച്ചപ്പോഴാണ് മനസ്സിലായത് സംഭവം ക്ലെൻസർ യൂസ് ചെയ്തിട്ട് സ്കിൻ ബാരിയർ മൊത്തം നശിച്ചായിരുന്നു. സോ അവർ തന്നെ അവിടെ നിന്ന് സജസ്റ്റ് ചെയ്തതാണ് കീൽസിൻ്റെ ഹൈലറോണിക് ആസിഡ് ക്ലെൻസർ, പിന്നെ മോയ്സ്ചറൈസർ. അപ്പോൾ അതൊക്കെയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. എന്തായാലും അത് അടിപൊളി സാധനമാണ്, ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച ഒക്കെ ആവുന്നുള്ളൂ. അപ്പോഴേക്കും എൻ്റെ സ്കിന്നിന് ഏറെക്കുറെ നല്ല വ്യത്യാസമുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം ശരിയായിട്ടുണ്ട്. സ്കിൻ ബാരിയറൊക്കെ ഓക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഞാൻ ഇട്ട് കൊടുത്തത് നയസിനമൈഡാണ്. അതിനുശേഷം ഇട്ടത് കീൽസിൻ്റെ മോയ്സ്ചറൈസറാണ്. അതിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അത്യാവശ്യം അടിപൊളി തന്നെയാണ്. എല്ലാവരും സ്കിൻ കെയർ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഫേസിന് സ്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിപ്പോൾ എന്തെങ്കിലും സെറംസ് ആയാലും ക്ലെൻസർ ആയാലും മോയ്സ്ചറൈസർ ആയാലും എന്ത് തന്നെ ആയാലും ഫേസിന് സ്യൂട്ടായിട്ടുള്ളത് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. സ്കിൻ ടൈപ്പ് ഏതാണെന്ന് ചൂസ് ചെയ്തിട്ട്, എൻ്റെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് എനിക്ക് അറിഞ്ഞിട്ട് കൂടി ഞാൻ കാണിച്ചൊരു അബദ്ധത്തിൻ്റെ ഇതിലാണ് എൻ്റെ സ്കിൻ ബാരിയർ അങ്ങനെ ആയിപ്പോയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അബദ്ധം ഉണ്ടാകാതിരിക്കട്ടെ. അവസാനം ഒരു സൺസ്ക്രീൻ ഇട്ടു അവസാനിപ്പിച്ചു. മോർണിംഗ് ടൈമിലായതുകൊണ്ട് സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.